വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. ഇന്ന് ഈ ചാനൽ ഇന്റർവ്യൂ ഇന്നൊരു ചാനലിക്ക് വിളിച്ചിട്ടില്ല. നമ്മുടെ ജയഭാരതിനെ വിളിച്ചിട്ട് ചർച്ച വെക്കാൻ പറയുന്നേ. എന്താ തുടങ്ങി നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത. നിങ്ങൾ വ്യാജ നിർമ്മിതമാണ്. ഇതോ ഇപ്പൊ കാണുന്ന ഈ ചിത്രം വ്യാജോ? സംശയം. ആ ഫോട്ടോ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആങ്കറിനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. A1 എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. A1 എന്ന് പറഞ്ഞ സാങ്കേതിക കേട്ടിട്ടുണ്ടോ? AI ഉണ്ട്. പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ തല വെട്ടി മാറ്റി അത് നേരത്തെ ഉള്ളതാണ്. എന്റെ മോനാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. ഇപ്പൊ എന്തെല്ലാം അതുപോലെയാണോ ഇത്? ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മോഹൻലാലിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി എടുത്തുകൂടാ? നിയമപരമായ നടപടി എടുത്തു. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല. ഞാനൊന്ന് പറയട്ടെ. അല്ലല്ല, അത് പ്രചരിപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ് ഉണ്ടായത്. പ്രൊഡക്ഷൻ ഒന്ന് കാണിക്കണം, ഒന്നുകൂടി കാണിക്കണം. കാര്യം ഞാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ ഇത്? ഒന്ന് കാണൂ എംപയർ നസീർ, ഇത് എങ്ങനെ AI ചെയ്യുമെന്ന്. ഇത് AI എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതാണോ AI? ഇത് മുഖ്യമന്ത്രി പറയില്ലല്ലോ AI ആണെന്ന്. പ്രിയ സുഹൃത്തെ, നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്ത് തെറ്റിദ്ധരിപ്പിക്കാൻ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന എന്ത് തെറ്റിദ്ധരിപ്പിക്കാൻ? ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് an image enhancing software. എന്ത് തെറ്റിദ്ധരിപ്പിക്കാൻ? ഇത് നടന്ന ചടങ്ങ് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിംഗാ. ഈ ചോദ്യം നിങ്ങൾ ഉത്തരം പറയാം. ഞാൻ തോൽവി സമ്മതിക്കാം. സോണിയാഗാന്ധി കോൺഗ്രസ് നേതാവാണോ? അതെ, തീർച്ചയായിട്ടുമാണ്. നിങ്ങൾ പറഞ്ഞ എന്നെ ഒരു ഉത്തരം എന്നോണം ഞാനൊരു സാന്ദർഭികമായിട്ട് ഞാൻ ഉത്തരം പറയാം. എന്നാലും പറയാ, മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. ഞാൻ സാന്ദർഭികമായിട്ടല്ല, നമ്മള് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നത് മുഖംമൂടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാ? ഇതൊന്നും ഇവിടെ നിൽക്കത്തില്ല, ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ നിൽക്കത്തില്ല, ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ഷോ ആയിരുന്നു. നിങ്ങൾ ഇത്രയും വലിയ ഇരട്ടച്ചങ്കൻ, ഇത്രയും വലിയ വാളിനിടയിൽ കൂടെ പോയ മുഖ്യൻ എന്നൊക്കെ പറയും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഒരു പത്മകുമാറിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്ത പിന്നെ നിങ്ങൾ മുട്ടിടിച്ചു പോയി നിൽക്കുന്നതിനാണ്. മുഖத்தையும் உடம்பையும் முறப்பா வச்சிருக்க, கால கடகடன் ஆடுது, பில்டிங் ஸ்ட்ராங், பேஸ் மட்டும் கொஞ்சம் வீக். 10-12 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്ത് നിങ്ങളെ സ്റ്റുഡിയോയിൽ വിളിക്കുമ്പോഴെല്ലാം ഓടി തീർച്ചയായിട്ടും ഒരു ചൊരപ്പില്ലാതിരിക്കുമ്പോ ഇത് വരും. ഒന്ന് കാണിക്കൂ സാർ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. AI സഹായത്തോടെ പ്രചരിച്ച ഈ ചിത്രം നീ ഒന്നും പണയണ്ട, നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര. ഒരേ സമയത്ത് ഇടപെടരുത്. ഇടപെട്ടാൽ എന്റെ ശ്രദ്ധ മാറും. ഞാനൊന്നും മിണ്ടുന്നില്ലേ? അങ്ങ് ഇടപെടുമെന്ന് എനിക്കറിയാം. എന്റെ ശ്രദ്ധ മാറ്റാൻ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം AIയും യഥാർത്ഥ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം. കൊച്ചാക്കൊന്നും വേണ്ട. എഡിറ്റിംഗ് എന്ന സമ്പ്രദായം സാധനം അത് പണ്ട് മുതലേ ഉണ്ട്, അറിയാലോ. അതെ, എഡിറ്റിംഗിന്റെ ഒക്കെ കാലം കളിപ്പോ AI ഞാൻ വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഇതിനെ ക്ലോണിംഗ് എന്ന് പറയും. ഇല്ല, ഇത് വ്യാജമാണെന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. നിങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേറെ ഒരു പണിയില്ലേ? രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാ ഇവിടെ.
ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ